Good afternoon to all. Good afternoon, ma'am. Ma'am. Good afternoon, ma'am. Good afternoon. Okay, strength കുറവാണല്ലോ. എന്ത് പറ്റി? Good afternoon, ma'am. Yeah, good afternoon. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? Okay, ലഞ്ച് കഴിച്ചു എല്ലാവരും? കഴിച്ചു. Okay. പിന്നെന്താണ്? കുറച്ചു പേരേ ഉള്ളൂ ക്ലാസ്സില്. സോ കുറച്ച് ടൈം നമുക്ക് മീറ്റ് ചെയ്യാലോ അല്ലേ? ഞാൻ പിന്നെ ആദ്യം മുതലേ പറയേണ്ടി വരും. അതിനും പിന്നെ കുറച്ച് ചെയ്യണം. Good afternoon. പിന്നെ എന്താണ് പറയൂ, വിശേഷം എന്തൊക്കെയാണെന്ന് പറയൂ. Good afternoon, Daisy. എന്താണ് എന്തെങ്കിലും സംസാരിക്കൂ, മിണ്ടാതിരിക്കല്ലേ? ഫുഡ് കഴിച്ചു. മിസ് ഫുഡ് കഴിച്ചോ? കഴിച്ചു. സുഖാണോ? പിന്നെ സുഖാണല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ എടുത്ത ഏത് പോർഷൻ ആയിരുന്നു? Module 3, Chapter 8, Safety and Security in the Hospital. Good afternoon, Rajita. Okay, continue ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ചൂടുണ്ടോ? ഭയങ്കര ചൂടാണോ ഇപ്പൊ? ഭയങ്കര ചൂടല്ലേ? കൂട്ടാൻ പോലെ സമ്മനായി. ചൂടാ ഇപ്പം. റൂമിനകത്ത് ഭയങ്കര ചൂടാ, കിടക്കാകത്തില്ല. ഭയങ്കര ചൂടാ. കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന, കാരണം ടെക്സ്റ്റ് ബുക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന്? കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗം മാത്രം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലായിരുന്നു, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയാൽ മതി. ഇതില് വളരെ ഒരു ഈസി ചാപ്റ്റർ ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസില് നമ്മുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ കുറച്ച് സേഫ് ആയിരിക്കണം, സെക്യൂർഡ് ആയിരിക്കണം, അതിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ സ്റ്റാഫിനും ഈ പറയുന്ന കുറച്ച് സേഫ്റ്റി റൂൾസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ്? അപ്പൊ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യാം, ജോലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ആ ഡൗട്ട് വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല, അത് ക്ലിയർ ചെയ്യുക. പറയുന്ന സൂപ്പർവൈസറിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. കുറച്ച് എന്താണ് ഈ സ്റ്റാഫ്സിന് വേണ്ടി കുറച്ച് സേഫ്റ്റി റൂൾസ് ഉണ്ട്. അതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിൽ ഏത് ഫേമിലായിക്കോട്ടെ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് റൂൾസ് എല്ലാവരും അത് ഫോളോ ചെയ്യേണ്ടതാണ്. സേഫ്റ്റി റൂൾസ് ആകാം, എന്തും ആകാം അല്ലെ? അപ്പൊ അതെല്ലാം എന്താണ് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ കുറച്ച് ഈ ബോധങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാഫാണ് കേട്ടോ, എംപ്ലോയീസ് ആണ്. അപ്പൊ അവർ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്കുള്ള കുറച്ച് സേഫ്റ്റി റൂൾസ് ഒക്കെയാണ് താഴെ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് നെക്സ്റ്റ്? പേഷ്യന്റ് കെയർ. പേഷ്യൻസിനെ കെയർ ചെയ്യട്ടെ അല്ലെ? നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. പേഷ്യന്റ് ഇപ്പോ ബെഡിൽ വീഴാണ്ട് നോക്കണം, നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് അവിടെ നിൽക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പേഷ്യൻസിന്റെ കെയർ, അതും കുറച്ച് സേഫ്റ്റി ആണ്. കുറച്ച് എന്താണ് നമ്മള് ആസ് എ ഹോസ്പിറ്റൽ നമ്മൾ അവരുടെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പോ പേഷ്യന്റ് കെയറും അതിന്റെ കുറച്ച് സേഫ്റ്റി റൂൾസ് ഒക്കെ ആണുള്ളത്. ഇത്രയും പോർഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. എല്ലാ ഒന്നും എടുത്തില്ല, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് വായിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാവുന്ന പോർഷൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് സ്റ്റാഫിന്റെ റൂൾസ് നോക്കി, സേഫ്റ്റി റൂൾസ് നോക്കി, അതുപോലെ തന്നെ
പറയുന്ന patient care നോക്കി. ഈ നെക്സ്റ്റ് ഉള്ളത് ട്രാഫിക് ആണ് കേട്ടോ. സേഫ്റ്റി ഇൻ ട്രാഫിക്. ട്രാഫിക് എന്ന് പറയുമ്പോൾ റോഡിലെ ട്രാഫിക് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽസിലെ ക്രൗഡും പിന്നെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ട്രാഫിക് ഭയങ്കര പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ സേഫ്റ്റി ഇൻ ട്രാഫിക് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ഇസ് വീൽ ബ്രേക്സ്. Locking wheel brakes to secure wheelchair or stretcher in place before loading or uploading, unloading a patient, assisting a patient on and off the chair. അതായത് ഒരു പേഷ്യന്റിനെ നമ്മള് വീൽ ചെയറിലോ സ്ട്രെച്ചേഴ്സിലോ കൊണ്ടുപോയില്ലേ, കൊണ്ടുപോകുന്ന ടൈമില് നമ്മളത് ആ പറയുന്ന സ്ട്രക്ചർ ആയിക്കോട്ടെ വീൽ ചെയർ ആയിക്കോട്ടെ ലോക്ക് ചെയ്യണം, ബ്രേക്ക് ലോക്ക് ചെയ്യണം. അല്ലാതെ നമ്മള് ചുമ്മാ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും അല്ലെ, വീൽ ചെയറും സ്ട്രക്ചേഴ്സും മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ നമ്മൾ ലോക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ലോക്ക് ചെയ്യാൻ മാത്രമല്ല അതിന് മുൻപ് പേഷ്യന്റിനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ലോക്ക് ആണോ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ എപ്പോഴും ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരിക്കണം. ഈ പേഷ്യൻസിനെ ചെയറിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവരെ മാറ്റുമ്പോഴൊക്കെ നമ്മളത് അസിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? വീൽ ബ്രേക്സ്. Locking wheel brakes to secure wheelchair or stretchers in place before loading a patient. Patientsനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും വീൽചെയറും സ്ട്രക്ചറും സെക്യൂർ ആയിരിക്കണം. ഇങ്ങനെ അത് ലോക്ക്ഡ് ആണോ നോക്കണം, അതുകൊണ്ട് സെക്യൂർ ആയിരിക്കണം. നെക്സ്റ്റ് സേഫ്റ്റി ബെൽറ്റ്സ് ആണ്. സേഫ്റ്റി ബെൽറ്റ്സ് to based belts on side tails or stretchers to protect patients from falling while transporting. അതായത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ക്യാരി ചെയ്യുമ്പോൾ സ്ട്രക്ചേഴ്സിലോ വീൽചെയറിലൊക്കെ ക്യാരി ചെയ്യുമ്പോഴും ബെൽറ്റ് ധരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പേഷ്യന്റ് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ടാകാം. അതുകൊണ്ട് ബെൽറ്റ് നമ്മൾ ധരിക്കണം, കുറച്ച് സെക്യൂർ ആയിരിക്കും. അപ്പൊ സേഫ്റ്റി ബെൽറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. Then cards, steel chairs, stretchers, എന്തൊക്കെയാ? പുഷ് കാർഡ്സ്, സ്റ്റീൽ ചെയർസ്, സ്ട്രെച്ചേഴ്സ്, ലോറി, virtual way ahead of you. അതായത് നമ്മള് ഈ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ നോക്കി നടക്കാം. അതുപോലെ തന്നെ സ്ലോ ആയി ഹാൻഡിൽ ചെയ്യേണ്ട സ്ലോവിൽ തന്നെ ഹാൻഡിൽ ചെയ്യുക. കുറച്ചൊരു കെയർ ചെയ്യാം. അത് സ്റ്റീൽ ചെയർ ആയിക്കോട്ടെ, സ്ട്രെച്ചേഴ്സ് ആയിക്കോട്ടെ, പുഷ് കാർഡ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണല്ലോ പേഷ്യൻസിനെ. സോ കുറച്ചൊരു കെയർഫുൾ ആയിരിക്കാം. മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം പോകേണ്ടത്. ഓക്കെ, then ramp. Control stretchers and wheelchairs from lower side by going up or down a ramp. എന്താണ് റാമ്പ്? എന്താണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിക്ചർ വരും കേട്ടോ. റാമ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തു. ഇപ്പോ ഹോസ്പിറ്റൽസിൽ സ്റ്റെപ്സ് കണ്ടിട്ടുണ്ടാവില്ലേ, സ്റ്റെപ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ചെരിഞ്ഞ ഒരു നമുക്ക് പറയുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെരിവുണ്ടാവും. സ്റ്റെപ്സ് അല്ലാതെ ഞാൻ റാമ്പ് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ അതിലൂടെയാണ് നമ്മൾ മെയിൻലി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ സ്റ്റെപ്സിലൂടെ പോകാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ അതാണ് റാമ്പ് എന്ന് പറയുന്നത്, യൂസ് ചെയ്യണം. Then swinging door. Take vehicle through a swinging door, never ram through. Ram through ആയിരിക്കരുത്. വെഹിക്കിൾ പോകേണ്ടത് അല്ലെങ്കിൽ വെഹിക്കിൾ എടുക്കേണ്ടത് റാം ത്രൂ ആയിരിക്കരുത്. പകരം സ്വിംഗിങ് ഡോർ വഴിയാണ്. സ്വിംഗിങ് ഡോർ എന്താണെന്ന് ഒന്ന് സെർച്ച് ചെയ്യും കേട്ടോ. അടക്കം വരും, അതായിരിക്കും കുറച്ച് എളുപ്പം. ഞാൻ എങ്ങനെയാ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്വിംഗിങ് ഡോർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പൊ അതിലൂടെ ആയിരിക്കണം വെഹിക്കിൾ കൊണ്ടുപോകേണ്ടത്, അല്ലാതെ റാം ത്രൂ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സ്വിംഗിങ് ഡോർ എന്താണ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത പിക്ചർ വരും, അതായിരിക്കും കുറച്ച് എളുപ്പം. ഓക്കെ, then elevator. Before entering or leaving an elevator with a wheelchair or stretcher, make sure that floor is at level. The wheelchair is always back first. Okay. അതായത് എലവേറ്റർ എന്താണെന്ന് അറിയാലോ അല്ലെ. അപ്പോ എലവേറ്ററിലേക്ക് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മെഷൂർ ചെയ്യണം കറക്റ്റ് ഫ്ലോറിലാണോ പോകുന്നത്, കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കണം. വീൽചെയർ ഒക്കെ കൂടെയാണ് പോകുന്നതെങ്കിൽ വീൽചെയർ എപ്പോഴും ബാക്കിലായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വീൽചെയർ കൊണ്ടുപോകാൻ പാടില്ല, മനസ്സിലായോ? ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോഴും. അത് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. Then transporting. Transport patients please first to have an assistant gain at front. ഈ പേഷ്യൻസിനെ കൊണ്ടുപോവാണെങ്കിൽ പേഷ്യൻസിന്റെ കാലായിരിക്കണം ആദ്യം പോകേണ്ടത്, തലഭാഗമായിരിക്കുന്നത് കാലായിരിക്കും ആദ്യം പോകേണ്ടത്. അതുപോലെ തന്നെ ഒരു ഗൈഡ് എപ്പോഴും ആവശ്യമാണ്, അസിസ്റ്റന്റ് എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, then parking. Park the wheelchair or stretchers out of the way of traffic at one side of the corridor. കോറിഡോറിന്റെ ഒരു സൈഡില് അത് പാർക്ക് ചെയ്യുക, അവിടെ ട്രാഫിക്
ഇതൊക്കെ ഫേക്ക് ട്രാക്കിംഗ്. അതായത് തിരക്ക് വരണമെന്നില്ലാതെ ഒരു കോർഡിനേറ്റഡ് വൺ സൈഡിൽ ആയിരിക്കണം ഈ പറയുന്ന വീൽചെയർ സ്ട്രക്ചേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന വളരെ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. ക്രിട്ടിക്കൽ ആയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോ എലിവേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ലിഫ്റ്റിൽ കയറുമ്പോ ലിഫ്റ്റിന്റെ ഫ്ലോർ എപ്പോഴും ലെവൽ ആയിരിക്കണമെന്ന് നോക്കാം. ഓക്കെ, അതായത് കയറി ഇറങ്ങി ഇരിക്കാൻ പാടില്ല, അറിയാലോ ലെവലാണോ നോക്കുക. അതിനുശേഷം മാത്രം വീൽചെയർ കയറ്റാം അല്ലെങ്കിൽ വീൽചെയറിൽ പ്രവേശിക്കുക. വീൽചെയർ ആയിരിക്കണം ഫസ്റ്റ് വീൽചെയർ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കുറച്ച് പ്രിഫർ ചെയ്യുന്ന വീൽചെയർ ആയിരിക്കണം. വീൽചെയർ ആയിക്കോട്ടെ സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ കുറച്ച് പ്രിഫറൻസ് കൂടുതൽ അങ്ങനെയായിരിക്കണം. ഓക്കെ, അയച്ചോ? നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാട്ടോ. സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ് എന്ന് പറയുമ്പോൾ നമ്മള് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുപോകുമ്പോൾ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ തറയിൽ ഇപ്പോൾ വീഴ്ചകളും ഒക്കെ ഉണ്ടാവാതിരിക്കാനുള്ള മുഖങ്ങൾ എന്തൊക്കെയാണ്, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് പോയിന്റ് ഗ്യാദർ അപ്പ് ദ ലിറ്റിൽ തിങ്സ് ഓൺ ഫ്ലോർ ലൈക്ക് banana peelings, flower petals, pencils, broken glasses, etc. ഈ പറയുന്ന സാധനങ്ങൾ പറയുന്ന പഴുത്തൊടി, പിന്നെ പൂവിന്റെ എന്തെങ്കിലും ഇതളുകള്, പെറ്റൽസ്, പെൻസിൽസ്, അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ തറയിലുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ വീൽചെയർ ആയിട്ടോ സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിട്ടോ പോകുന്ന ടൈമിൽ അതിനെ തട്ടി ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്, ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ അതൊക്കെ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. Then clean liquid spill instantly block off the area until it is clean. എന്തെങ്കിലും ലിക്വിഡ്സോ തറയിലുണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക. ക്ലീൻ ചെയ്യുന്നത് വരെ അത് ആ ഏരിയ ബ്ലോക്ക് ചെയ്തിരിക്കുക. കാരണം അതിലൂടെ പാസേജ് ചെയ്യരുത്, കാരണം ബ്ലോക്ക് ചെയ്തിരിക്കുക. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. Next one, keep drawers and the cabinet drawers closed, especially doors of wall or the mounted cabinets. ഈ പറയുന്ന ഡോർസിന്റെയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് ഡോർസ് ഒക്കെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കും, അടച്ചിടുക. ഓക്കെ, ഡ്രോവേഴ്സ് ഒക്കെ അറിയാലോ എന്താ ഡ്രോവേഴ്സ്, ക്യാബിനറ്റ് ഡോർസ് എന്റെ ക്യാബിനറ്റിന്റെ വാതിലുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കും. എസ്പെഷ്യലി ഡോർസ് ഓഫ് വാൾ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്സ്. പറയുന്ന വാളുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഡോർ ഉണ്ടല്ലോ, കൈൻഡ് ഓഫ് റൂംസ് ഉണ്ടല്ലോ ക്യാബിനറ്റ്സ്, അതിന്റെ എല്ലാം ഡോർ ക്ലോസ് ചെയ്തിരിക്കും. ഓക്കെ, കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചുമരോട് ചേർന്ന കുറച്ച് വാതിലുകളൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് ചാരം വീഴാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ക്ലോസ് ചെയ്തിരിക്കും. Then beware of electric cords. You may easily trip or place them out of the way. അതായത് ഇലക്ട്രിക് കോഡ്സ് ഉണ്ടല്ലോ, ഇലക്ട്രിക് വയറുകളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ചെറുപ്പം താഴെട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ തട്ടി വീഴാനും ഉള്ള ചാൻസ് ഉണ്ട്. Do not use fingers to collect broken glasses. Use a brush or band step. ഇനി താഴെ വീണ എന്തെങ്കിലും ഗ്ലാസ് ഐറ്റംസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ചില്ലുകളൊക്കെ ഉണ്ടാകും. സോ അത് നമ്മൾ കൈ കൊണ്ടൊന്നും എടുക്കാൻ നിൽക്കരുത്, ബ്രഷോ പാനൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. Take one stair at a time. Always use the handrails by walking up or down the stairs. അതായത് നമ്മൾ പടികൾ കയറുമ്പോൾ take one stair at a time.
ഓരോ ചവിട്ടുപടിയായിട്ട് വെച്ച് പോവാ. സ്പീഡിലൊന്നും കയറാൻ പറ്റില്ല എന്നാ പറയും. ഒരിക്കൽ കയറാം, കയറുന്ന ടൈമിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ യൂസ് ചെയ്യാം, അല്ലെ? കൈവരികളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം കയറാൻ, പിടിച്ച് പിടിച്ചിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് അതിലൂടെ ഉണ്ടാകുന്ന കുറെ വീഴ്ചകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അതില്ലാതെ നോക്കാൻ പറ്റും. Then place objects carefully over objects which are kept carelessly may drop and hurt people. അതായത് നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ തന്നെ സൂക്ഷിച്ചു വെക്കുക, കെയർഫുൾ ആയിട്ടിരിക്കുക. അതിന് താഴെ വീണ് പൊട്ടാനോ ഉള്ള ചാൻസ് ഉണ്ട്, പൊട്ടാനോ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു ചാൻസ് ഉണ്ട്. സോ അതെല്ലാം കെയർഫുൾ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ടിപ്സ് ആൻഡ് ഫോൾസ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? താഴെ വീഴുമ്പോ അല്ലെങ്കിൽ താഴെ ഫ്ലോറിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. കാരണം അതിലൂടെ അത് വീഴാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാം. പിന്നെ ഡോറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക, പിന്നെ ഇലക്ട്രിക് കോൾസ് വയറിലൊക്കെ ഇറക്കി മാറ്റാം. പിന്നെ എന്തെങ്കിലും താഴെ ഗ്ലാസ് ഒക്കെ വീഴാണെങ്കിൽ കൈ കൊടുക്കാതെ ഈ പറയുന്ന ബ്രഷൊക്കെ ഫിക്സ് ചെയ്തെടുക്കുക. സ്റ്റെപ്പ് കയറുമ്പോൾ ഓരോ പടികൾ വെച്ച് കയറാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വെയിൽസ് യൂസ് ചെയ്യാം. ദെൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ താഴെ വീണ് കിടപ്പുണ്ടാകാം. സോ അതിലൂടെ ചിലപ്പോ എന്തെങ്കിലും ഹേർട്ട് ചെയ്യാനോ മുറിവുണ്ടാകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം എന്താണ് അവസ്ഥകളൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് കഴിക്കാൻ നോക്കാം. ഇതാണ് എന്താ വീഴ്ചകളിൽ നിന്ന് ഉള്ള നമുക്ക് വീഴ്ചകളിൽ നിന്നൊക്കെ മാറ്റാൻ രക്ഷപ്പെടാനുള്ള കുറച്ച് സേഫ്റ്റി റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് മനസ്സിലായോ? സേഫ്റ്റി ഇൻ ട്രാഫിക് ആൻഡ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ടിപ്സ് ആൻഡ് ഫോൾസ്. ഈ രണ്ട് പോർഷൻസ് ക്ലിയർ ആണോ? പോർഷൻസ് ക്ലിയർ ആയോ? മനസ്സിലായോ? സിമ്പിൾ ആണ്, വെരി സിമ്പിൾ പോർഷൻ. And the next one is safety in electric goods. അതായത് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ സേഫ്റ്റ്നെസ് നമുക്ക് ആവശ്യമാണ്, സേഫ്റ്റി ആവശ്യമാണ്. അതെന്തൊക്കെയാണ്? പ്രിവെന്റ് wetness near switches, wiring appliances. അതായത് നനവോ കാര്യങ്ങളൊന്നും പാടില്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. Then protect poles, leaks and oil abuse will damage that is insulation. Insulation. അതായത് വയറിങ് അല്ലെ, പറയുന്ന ഹോൾസ് എന്ന വയറാണ്. വയർ ചൂടാകാനോ അതിൽ നിന്ന് പറയുന്ന ഓയിൽ റിലീസ് ചെയ്യാനോ അങ്ങനെയൊക്കെ തന്നെ ടെമ്പറൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഇലക്ട്രിക് ഇൻസുലേഷനെ തന്നെ അത് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. ഈ ചൂടും പറയുന്ന എന്താണ് അബ്യൂസ് മീൻസ് ദുരുപയോഗം ചെയ്യുക അല്ലെ, അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഇലക്ട്രിക് ഇൻസുലേഷൻ തന്നെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ protect ചെയ്യാം. Protect coils. Okay. Then inspect coils, plugs, switches, and the outlets regularly to make sure that they are not damaged. Inspect ചെയ്യുക, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇൻസ്പെക്ട് ചെയ്യുക, എന്തെങ്കിലും കോൾസ്, പ്ലഗ്സ്, സ്വിച്ച് ഒക്കെ എന്തെങ്കിലും അതിലുള്ള കംപ്ലൈന്റ്സ് ഉണ്ടോ, ഡാമേജ് ആണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കുക, ഇൻസ്പെക്ട് ചെയ്തിരിക്കുക. Report electric faults. Instantly a small shock, overheating, sparking or noise is an urgent warning. എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് ഫോൾസ് ആണ്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അപകട സൂചനകളൊക്കെ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, അത് റിപ്പോർട്ട് ചെയ്യുക. അതായത് ചെറിയ ഷോക്കോ അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാവുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്പാർക്കിംഗ് എന്നൊക്കെ കാണുകയാണെങ്കിൽ, ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. Then do not use an electric outlet when the plug does not fit accurately in the outlet change. In plug, നമ്മൾ എന്തെങ്കിലും പ്ലഗ് കുത്താൻ പോകുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റ് ആ പ്ലഗ് അത് എന്താണ് കറക്റ്റ്ലി അത് ഇരിക്കുന്നില്ല എങ്കിൽ, ഫിറ്റ് അല്ല എങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക, അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ. Then when connecting and disconnecting equipment, turn the on off switches to off position. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക അല്ലെ, അതെല്ലാരും ഓൺ ആണോ ഓഫ് ആണോ നമ്മൾ ചിലപ്പോൾ സ്വിച്ചുകളെല്ലാം നമ്മൾ ചിലപ്പോൾ ഓൺ ചെയ്യും അല്ലെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിട്ടേൺ അത് ഓൺ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ, അത് സ്വിച്ചിന്റെ കംപ്ലൈന്റ്സ് ആണ്. സോ ഇതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, make sure that the equipment is properly grounded. 3-wire ground plugs are a good protection
keep wires, lamps free from contact with the curtains, furnitures, vacuum materials. ഈ പറയുന്ന എക്യുപ്മെന്റ്സ് അല്ലെ ഉപകരണങ്ങളെല്ലാം ശരിയായ രീതിയിലാണോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ എല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, അതിന് ഉറപ്പ് വരുത്തുക, മെഷൂർ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന 3 വയർ ഗ്രൗണ്ട് ഫ്ലക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് പ്രൊട്ടക്ഷൻ കുറച്ച് കൂടുതൽ. സോ മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കീപ് വയർ ലാംപ്സ് ഫ്രീ ഫ്രം കോണ്ടാക്ട് വിത്ത് കർട്ടൻസ്, ഫർണിച്ചേഴ്സ്, വാക്യൂം മെറ്റീരിയൽസ്. അപ്പോൾ കർട്ടൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് ആയിട്ടോ ഒന്നും കോണ്ടാക്ട് ഇല്ലാതെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ. Then do not use any portable electrical equipment under the engineering department checks it for safety. അതായത് സേഫ്റ്റിക്കായി അല്ലെങ്കിൽ സുരക്ഷയ്ക്കായി പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു നമുക്ക് പറയുന്ന അനുമതി നൽകുന്നത് വരെ നമ്മൾ എന്താ ഈ പറയുന്ന പോർട്ടബിൾ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. Do not use any portable equipment അല്ലെങ്കിൽ electrical equipment until the engineering department checks it for safety. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്തത് സേഫ്റ്റി ആണെന്ന് പറയാതെ അതിന് മുൻപ് വരെ എന്താണ് അല്ല പറയുന്നത് വരെ ഈ പറയുന്ന ഇലക്ട്രിക് എക്യുപ്മെന്റ് അല്ലെങ്കിൽ പോർട്ടബിൾ ഇലക്ട്രിക് എക്യുപ്മെന്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. ഫിറ്റ്നസ് ഇല്ലാതെ നോക്കാം, കോഡ്സിനെ വയറ് ഡാമേജ് ആണെങ്കിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് തോന്നുകയാണെങ്കിൽ ചെറിയ ഷോക്കോ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുക. പറയുന്ന പോലെ എക്കോ കേൾക്കുന്നു, സൗണ്ട് ഒരു എക്കോ പോലെ ക്ലിയർ ആവുന്നില്ല, ഒരു എക്കോ കേൾക്കുന്നുണ്ട് പറയുന്ന വായിക്കുന്നത്. അങ്ങനെയാണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ല എന്നാണോ? കുഴപ്പമില്ല. സൗണ്ട് കുറവാണോ? കുറവല്ല, ഒരു എക്കോ പോലെ ഒരു സൗണ്ട് മുഴക്കം പോലെ കേൾക്കുന്നുണ്ട്. ഞാൻ വായം റിപ്പീറ്റ് കേൾക്കുന്നുണ്ട്, ഒരു എക്കോ പോലെ. ഇപ്പോഴും ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെയാ. ഇപ്പൊ ഓക്കെ മനസ്സിലായി എനിക്ക്. ഞാൻ ഈ ചൂടത്തിരുന്ന് ക്ലാസ് എടുക്കണം. ഓക്കെ, അങ്ങനെ ആവട്ടെ എന്നാണ്. ഓക്കെ, സന്തോഷമായാലോ അല്ലേ? ക്ലിയർ ആയി. ഞാൻ ഈ ചൂടത്തിരുന്ന് ക്ലാസ് എടുക്കാം. നടക്കട്ടെ, ചുമ്മാ. ഓക്കെ. അപ്പോ സേഫ്റ്റി മെഷേഴ്സ് അല്ലെ, ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. ക്ലിയർ ആണോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ, കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സെക്യൂരിറ്റി അല്ലെ, ഹൗ ദ ഹോസ്പിറ്റൽ സപ്പോസ് ലോസ്. നഷ്ടങ്ങൾ എന്തുകൊണ്ട് വരുന്നു, എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് നഷ്ടങ്ങൾ വരുന്നത്, ഇതൊക്കെയാണ്. എംബസൽമെന്റ് പിൽഫറേജ് എന്ന് പറയുന്ന സംഭവം എന്താ? പിൽഫറേജ് അതൊന്നുമില്ല, തട്ടിപ്പ്, കൊള്ള, വഞ്ചന എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. കിക്ക് ബാക്സ് ആൻഡ് കളക്ഷൻ, എക്വിപ്മെന്റ് തെഫ്റ്റ്, ഇത് സെയിം തന്നെയാണ്. കൈക്കൂലി, ഒത്തുകളി ഒക്കെ പറയുന്ന കുറച്ച് അല്ലെ. ഉപകരണ മോഷണം, എക്വിപ്മെന്റ് തെഫ്റ്റ് എന്താണ്? ഉപകരണ മോഷണം, അല്ലെ, പക്ക മലയാളം പറയണം. അപ്പൊ കൈക്കൂലി, ഒത്തുകളി എന്നൊക്കെ പറയുന്നതാണ്. ദെൻ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗതമായ രീതിയിൽ പേഴ്സണൽ ആയിട്ട് പ്രോപ്പർട്ടി തെഫ്റ്റ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ ആയിട്ട് പ്രോപ്പർട്ടീസ് തെഫ്റ്റ് ചെയ്യുന്ന അത് ഒരു കൈൻഡ് ഓഫ് ലോസ് ആണ് ഹോസ്പിറ്റൽസിന് വരുന്നത്. പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദി ടൈം ക്ലോക്ക്. പഞ്ചിങ് മെഷീൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ തെറ്റായി പഞ്ച് ചെയ്യുക, അതിൽ ഫ്രോഡ് കാണിക്കുക. അതുപോലെ തന്നെ പേറോൾ ഫ്രോഡ്, ശമ്പളവുമായി ബന്ധപ്പെട്ട് അതിലും ഫ്രോഡ് കാണിക്കുക. അങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽസിന് നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. Then cash theft that involves the main cashier, subsidiary cashier, FTD cashier, from then fraudulent practices in purchasing, leasing, and storing. അല്ല, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സ് ഉണ്ടല്ലോ, കാഷ്യർ ആകാം, അല്ലെങ്കിൽ സബ്സിഡിയറി കാഷ്യർ ആകാം, FTD കാഷ്യർ ആകാം. സോ ഇതുമായ രീതിയിൽ എല്ലാം സ്റ്റാഫ് ഉണ്ടല്ലോ, ക്യാഷുമായി ഡീൽ ചെയ്യുന്ന, ക്യാഷ് ഡീൽ ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സ് ഉണ്ടല്ലോ. സോ ആ രീതിയിലും ക്യാഷ് നഷ്ടപ്പെടാനും ഹോസ്പിറ്റൽസ് നഷ്ടം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. Then fraud in registers, records, and billing, capital theft. Sorry, capital fraud. അതായത് ബില്ലിങ്ങിലും രജിസ്റ്റേഴ്സിലും റെക്കോർഡ്സിലും എല്ലാം ഈ ഫ്രോഡ് തരങ്ങൾ കാണിക്കാനും കമ്പ്യൂട്ടർ തട്ടിപ്പ് വരുത്താനും അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിലൂടെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽസിന് നഷ്ടങ്ങൾ വരാം. ഓക്കെ, ഇതൊക്കെയാണ് എന്താ ഹോസ്പിറ്റൽസ് സഫർ ചെയ്യുന്ന കുറച്ച് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, വഞ്ചന, തട്ടിപ്പ്, ദൂർത്തടിക്കൽ, പിന്നെ എന്തൊക്കെയാണ് പറയുന്ന പോലെ കൈക്കൂലി, പിന്നെ എക്വിപ്മെന്റ് മോഷ്ടിക്കൽ, പിന്നെ പേഴ്സണൽ ആയിട്ടല്ലേ ഓരോ പേഴ്സണൽ പ്രോപ്പർട്ടി പേഴ്സണൽ കവറേജുകൾക്ക് വേണ്ടി നമ്മൾ മോഷ്ടിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതിന് ശമ്പളവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫ്രോഡ്സ്, പിന്നെ എന്താണ് പഞ്ചിങ് മെഷീൻ അല്ലെ, കറക്റ്റ് ടൈം ഫ്രോഡ് കാണിക്കില്ല. സോ അത് പിന്നെ ക്യാഷ് തെഫ്റ്റ് ഉണ്ട്, അതുപോലെ രജിസ്റ്ററും റെക്കോർഡ്സും ബില്ലിങ്ങിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഈ ഫ്രോഡ് കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഹോസ്പിറ്റൽസിൽ വരുന്ന ലോസുകളാണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? പറയൂ. ചാപ്റ്റർ പിന്നെ തീരുമല്ലോ. ഇത് ക്ലിയർ ആയില്ലേ? ഇത് മനസ്സിലായില്ല? ഹോസ്പിറ്റലിൽ എങ്ങനെ നഷ്ടം വരാം? നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അപ്പൊ എങ്ങനെയാ ഹോസ്പിറ്റലിൽ നഷ്ടം വരുന്ന ആലോചിച്ച് നോക്കി. എന്തൊക്കെ ചെയ്യാം? തട്ടിപ്പെടുത്താം, അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങാം, അതൊക്കെ ഹോസ്പിറ്റലിൽ മോശമാണ്. പിന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് മോഷ്ടിക്കാം. ഇനിയിപ്പോ നമുക്ക് അത് കൂട്ടം കൂടിയൊക്കെ മോഷ്ടിക്കാം, അല്ലാതെ പേഴ്സണലായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ചില കാര്യങ്ങൾ മോഷ്ടിക്കാൻ ചാൻസ്. പിന്നെ എന്താണ് ശമ്പളവുമായി ബന്ധപ്പെട്ട കടത്തരങ്ങൾ ചെയ്യാം, അതുപോലെ പഞ്ചിങ് അത് കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിലും ഫ്രോഡ് കാണിക്കാൻ പറ്റും. പിന്നെ ക്യാഷ് തെഫ്റ്റ് ഉണ്ടാകും അല്ലെ, ക്യാഷ്യറായിട്ട് ക്യാഷ്യർ വഴിയോ അല്ലാതെയൊക്കെ ക്യാഷ് തെഫ്റ്റ് ഉണ്ടാകും. സോ പിന്നെ എന്തൊക്കെയാ റെക്കോർഡ്സിലും ബില്ലിങ്ങിലും രജിസ്റ്റേഴ്സിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്താം, അല്ലെങ്കിൽ അതിലും ഫ്രോഡ് കാണിക്കും. ഇതൊക്കെ എന്താണ് ഹോസ്പിറ്റൽസിൽ നഷ്ടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? छोटू, ये तो बहुत ही पुराना बस है, लेकिन कोई बात नहीं, तुम यहीं पे रुकना, मैं इसे म्यूट ചെയ്യൂ. ഇനി എന്താണ് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി. ഓക്കെ, അതായത് ഇന്റേണൽ ആന്തരികമായിട്ടാണ് ഇന്റേണൽ കൺട്രോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെത്തേഡ്സ് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ.
എന്താണ് പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ഇൻട്രൂഷൻ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിതിൻ. അതായത് പുറത്തു നിന്നുള്ള കടന്നുകയറ്റവും അതുപോലെ തന്നെ അകത്തു നിന്നുള്ള നിയമവിരുദ്ധമായ കുറച്ച് സാധനങ്ങളുടെ നീക്കവും ഇതിൽ നിന്നൊക്കെ നമ്മുടെ ആശുപത്രി, നമ്മുടെ ഹോസ്പിറ്റലിനെ നമ്മളത് പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ഇൻട്രൂഷൻ. ഇൻട്രൂഷൻ മീൻസ് കടന്നുകയറ്റമാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിനെതിരായുള്ള കടന്നുകയറ്റവും അത് പുറത്തു നിന്നുള്ള കടന്നുകയറ്റവും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായ രീതിയിൽ സാധനങ്ങളുടെ നീക്കം, അതായത് സാധനങ്ങളുടെ നീക്കം ചെയ്യുന്നതും ഒക്കെ എന്താണ്, അതിനെതിരെയായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. Then control of human traffic, drivers, contractors, vendors, etc. അതായത് കൺട്രോൾ ചെയ്യുക. എന്ത് കൺട്രോൾ ചെയ്യാം? ഹ്യൂമൻ ട്രാഫിക്, ഹ്യൂമൻ ട്രാഫിക്കുകൾ, അതുപോലെ ഡ്രൈവേഴ്സ്, കോൺട്രാക്ടർ, ദെൻ വെൻഡേഴ്സിലേക്ക് നിയന്ത്രണം, അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാം. ഓക്കെ. വെൻഡോസ് എന്തുവാ? വെൻഡോസ്, VENDORS. ആ സെക്കൻഡ് പറഞ്ഞ പോയിന്റില് ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റാഫ്സ് ഒക്കെ തന്നെയാണ്. സോ അതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ. ഈ ചാപ്റ്റർ എന്തായാലും തീർക്കണോ? കഴിഞ്ഞല്ലോ. ഞാൻ ഇത്രയും വരെ എടുക്കാനുള്ള പ്ലാൻ ചെയ്തിട്ട് വന്നത് കേട്ടോ. സെക്യൂരിറ്റി, ഹോസ്പിറ്റൽ സപ്പോർട്ട് ലോസ് അവിടെ വരെ എടുക്കാലോ എന്ന് വിചാരിച്ചാൽ പ്ലാൻ ചെയ്ത് വന്നത്. ഇതിപ്പോ തന്നെ ചെയ്താലോ? ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഇത്ര എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താ? സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സെപ്പറേറ്റ് എൻട്രിയും അതുപോലെ എക്സിറ്റ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആർക്കൊക്കെയാണ് സെപ്പറേറ്റ് എൻട്രി കൊടുക്കേണ്ടത്, ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ്? സ്റ്റാഫ്, പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, സെയിൽസ് പേഴ്സൺ. ഈ സെയിൽസ് പേഴ്സൺ വെൻഡേഴ്സ് ഒക്കെ സെയിം ആണ് കേട്ടോ. ഓക്കെ. ദെൻ ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രി ഉണ്ടാവും, എക്സിറ്റ് പോയിന്റ് ഉണ്ടാവും കേട്ടോ.
ഏതൊക്കെയാണ്? സ്റ്റാഫ്, പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, സെയിൽസ് പേഴ്സൺ, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് പേഴ്സൺ ആണ്, കച്ചവടക്കാരെന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അവർക്ക് സെപ്പറേറ്റ് എൻട്രിയും അതുപോലെ എക്സിറ്റ് ഉണ്ടാവും. The entry is straight. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ കേട്ടോ. ഞാൻ പോയിട്ട് വന്നതാണ്. മിസ്റ്റർ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് വിളിച്ചപ്പോ ഒന്ന് പോയതാണേ. ഓക്കെ, അപ്പോ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ആർക്കൊക്കെ വേണ്ടിയാണ്? സ്റ്റാഫ്, പേഷ്യൻസ്, അതുപോലെ വിസിറ്റേഴ്സ്, വെൻഡേഴ്സ്, സെയിൽസ് പേഴ്സൺ, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഐഡന്റിഫൈ, scrutinize and gauge the non-patient and non-visitor traffic such as vendors at the control gate. അതായത് ഐഡന്റിഫൈ ചെയ്യാം എന്താണ് പേഷ്യൻസ് അല്ലാത്തവരും അതുപോലെ തന്നെ വിസിറ്റേഴ്സ് അല്ലാത്തവരുമായ ആൾക്കാരുടെ തിരക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഗേറ്റ്സിൽ അത് വെൻഡേഴ്സ് ആകാം കേട്ടോ. വെൻഡേഴ്സ് എന്താണ്? വിൽപ്പനക്കാരാണ്, സെല്ലേഴ്സ് ആണെന്ന് പറയാം. സോ അങ്ങനെ അത് അവർ പേഷ്യൻസ് അല്ലല്ലോ, അല്ലെ? സെല്ലേഴ്സ് ആണ്. സോ ഒരു പേഷ്യൻസ് അല്ല, അതുപോലെ വിസിറ്റേഴ്സ് അല്ല. സോ അങ്ങനെയുള്ളവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സ്ക്രൂട്ടനൈസ് എന്ന് പറയുന്നത് സൂക്ഷ്മമായി പരിശോധിക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, സ്ക്രൂട്ടനൈസ് എന്താണ്? സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ആരൊക്കെയാണ് പറയുന്ന? നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റേഴ്സ് ആയ വെൻഡേഴ്സിനെ. Then prohibit pedestrian traffic through unloading dock, receiving area, mock, exit and truck gates. എന്ത് പ്രൊഹിബിറ്റ് ചെയ്യണം? അൺലോഡിംഗ് ഡോക്ക്, then receiving area, then mortuary exit. മോർഗ് എന്താണ്? മോർച്ചറി ആണ് അല്ലെ?
or should exit, then a truck gate എന്നിവയിലൂടെ എന്താണ് ഈ പറയുന്ന പെഡസ്ട്രിയൻസ് ട്രാഫിക്. പെഡസ്ട്രിയൻ എന്താ? കാൽനടക്കാരാണ് കേട്ടോ. കാൽനടക്കാരെ അവരെ എന്താണ് പ്രോഹിബിറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. ആ പറയുന്ന ആ ഏരിയയിലോട്ടൊന്നും നമ്മുടെ നോർമലി ആൾക്കാർ കാൽനടക്കാരെ അതിൽ പോകാൻ പാടില്ല. എന്താണ് നിരോധിക്കുക, പ്രോഹിബിറ്റ് ചെയ്യുക എന്നാ പറയുന്നത്. അപ്പൊ പെഡസ്ട്രിയൻ എന്താ? കാൽനട യാത്രക്കാരാണ്. സ്ക്രൂട്ടനൈസ് എന്താ? സൂക്ഷ്മമായി പരിശോധിക്കുക എന്നാണ് കേട്ടോ. Then control vehicles like delivery trucks etc. and check outgoing vehicles. Delivery trucks ne control cheya, അതുപോലെ തന്നെ vehicles ne control cheya. എന്തുമായി ഏതുതരം vehicles ആണ്? ഡെലിവറി ട്രക്സ് ആണ്. ഡെലിവറി ട്രക്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ പുറത്തോട്ട് പോകുന്ന വെഹിക്കിൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചെയ്യേണ്ടതാണ്. Then electronic surveillance of strategic and sensitive areas through CCTV. അതായത് CCTV വഴി സർവൈലൻസ് എന്ന തന്ത്രപരമായ എന്നാണ് കേട്ടോ, തന്ത്രപ്രധാനമാണ്. ഓക്കെ, തന്ത്രപ്രധാനമായ അല്ല സ്ട്രാറ്റജിക് ആണ്, സോറി തന്ത്രപ്രധാനം, സോറി കേട്ടോ, നിയന്ത്രണമാണ്, നിരീക്ഷണമാണ്, സ്ട്രാറ്റജിക് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, മാറിപ്പോയി. അപ്പോ CCTV വഴി അതെല്ലാം നമ്മൾ നിരീക്ഷിക്കുക എന്നാണ് പറയുന്നത്. സെൻസിറ്റീവ് ഏരിയാസ് എല്ലാം നമ്മൾ നിരീക്ഷിക്കുക, കൺട്രോൾ ചെയ്യാൻ, നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക എന്നാണ് പറയുന്നത്. Then install locking devices and alarm systems. Alarm system ഇനി പറയുന്ന locking devices എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. Then issue visitor passes. Visitors-ന് പാസ് ഒക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ഇഷ്യൂ മീൻസ് നൽകുക, കൊടുക്കുക എന്നൊക്കെ പറയാം. Then procedure for and control over the issue of keys, authorization necessary to issue keys. അതായത് ഇപ്പോ പറയുന്ന കീസ് ഇഷ്യൂടെ ഉദ്ദേശിക്കുന്നത് കൊടുക്കുക എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ കീസ് ഇഷ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മള് പറയുന്ന എന്താണ് ആ ഒരു പ്രൊസീജിയർ for and procedure for and control over the issues of keys കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഓതറൈസേഷനുമായിട്ടുള്ള ആ ഒരു അധികാരം ആ രീതിയിൽ അതെല്ലാം ചെയ്യേണ്ടതാണ്. ഓതറൈസേഷൻ കുറച്ചൊരു ഓതറൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കീസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, നെസസറി കൂടിയാണ് കേട്ടോ. ഓക്കെ, then lockers എന്താണ് അറിയിക്കുന്നത്, lockers and lockable cabinets for staff against personal property theft. ലോക്ക് ചെയ്യുക, പറയുന്ന ക്യാബിനറ്റ്സ് ഡോർസ് ഒക്കെ ലോക്ക് ചെയ്യുക, ഇതിന് തെഫ്റ്റ് ഇല്ലാതിരിക്കാൻ, മോഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കീയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ലോക്ക് ചെയ്ത് പോയി ക്യാബിനറ്റ്സ് ആയിക്കോട്ടെ, റൂംസ് ആയിക്കോട്ടെ, ഡ്രോവേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ലോക്ക് ചെയ്താൽ പോവാ അല്ലെ. സോ ആ കീസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്, സൂക്ഷിക്കാൻ നമ്മൾ പേഴ്സണലായിട്ട് ചിലപ്പോൾ സൂക്ഷിക്കുക അല്ലെ, ഓർഗനൈസേഷൻ വഴിയൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അതെല്ലാം നമ്മൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ് എന്തെങ്കിലും രീതിയിൽ തെഫ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Then provision of a safe for patient valuables. പേഷ്യൻസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യബിൾ തിങ്സ് ഉണ്ടാകുമല്ലോ പേഷ്യൻസിന്. സോ ഇതെല്ലാം എന്താ ചെയ്യണ്ടേ, നമ്മള് സേഫ് ആകണം. പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യബിൾസ്. പേഷ്യൻസിന് എവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സേഫ് ആക്കി വെക്കണം. Then secured cabin for cashiers with a panic button. അതായത് ക്യാഷിയേഴ്സിന് സെക്യൂർഡ് ആയ ക്യാബിൻ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അർജൻസി വരികയാണെങ്കിൽ ബട്ടൺ നമ്മൾ അതും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. Provide roll-up shutters or wheels at a strategic place of night time protection. അതായത് രാത്രി കാലങ്ങളിൽ നമുക്ക് പറയുന്ന റോളപ്പ് ഷട്ടേഴ്സ് വീൽസ് ഒക്കെ ആവശ്യമാണ് അല്ലെ. സോ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടി നമ്മൾ സെക്യൂർഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ പറയുന്ന ഷട്ടേഴ്സും വീൽസ് ഒക്കെ ആവശ്യമാണ്. അതിൽ നിന്നും അപകടങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഹോസ്പിറ്റൽസിനെ ഇന്റേണൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി സെക്യൂർ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് വായിക്കാം. ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും വായിക്കരുത്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ വായിക്കുമ്പോൾ ഞാൻ പറയാൻ കുറച്ച് കൺഫ്യൂഷൻ വരാം. സിമ്പിൾ ആയിട്ട് വായിക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മള് ആ ഗേറ്റ്സിന്റെ അവിടെ അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റൽ ഗേറ്റ്സിന്റെ അവിടെയൊക്കെ എന്തെങ്കിലും ഇപ്പൊ
പറയുന്ന വെൻഡേഴ്സ് സെല്ലേഴ്സ് ഒക്കെ വരുമ്പോൾ അവര് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കേജ് വിടാണ് ചെയ്യുക അല്ല അല്ലെ, അവർ നമ്മള് ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ നിരീക്ഷിക്കണം. അതിന് മാത്രം ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന മോർച്ചയുടെ ഭാഗത്തും പിന്നെ റിസീവിംഗ് ഏരിയ, ഡ്രഗ്സ് കേസ്, നമ്മുടെ കള്ളത്ത് നമ്മള് പറയുന്ന അവരെയൊന്നും നമ്മള് പ്രൊഹിബിറ്റ് ചെയ്യില്ല അല്ലെ, പ്രൊഹിബിറ്റ് ചെയ്യണം എന്നാ പറയുന്നത്, നിരോധിക്കണം. അവിടുന്ന് ആൾക്കാർക്ക് പോകാൻ പാടില്ല. കൺട്രോൾ വെഹിക്കിളിലേക്ക് ഡെലിവറി ഡ്രഗ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാതെ പുറത്തോട്ട് പോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുക. പിന്നെ CCTV വഴി നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യുക. പിന്നെ ഈ അലാം സിസ്റ്റം, ലോക്കിംഗ് ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വരാണെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. സോ അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കാം. then സ്റ്റേഴ്സിലെ പാസ് എല്ലാം നമ്മൾ ഇഷ്യൂ ഔട്ട് ചെയ്യുക. കീസ് അല്ലെ, താക്കോലുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതിനെന്താ ക്യാബിനറ്റ് ലോക്ക് ചെയ്യുക. സോ ആ കീസ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വാല്യുബിൾ തിങ്സ് എല്ലാം സേഫ് ആക്കി വെക്കുക. then കാഷ്യറിന് നമ്മൾ സെപ്പറേറ്റ് ഒരു സെക്യൂർഡ് ആയ ക്യാബിൻ കൊടുക്കുക. അതുപോലെ ഒരു പാനിക് ബട്ടൺ, എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരാണെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് അവയർനെസ് ഉണ്ടാകും അല്ലെ. സോ ആ ഒരു പാനിക് ബട്ടൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി, രാത്രികാല പ്രൊട്ടക്ഷന് വേണ്ടി അറ്റാക്കിൽ നിന്നോ പ്രൊട്ടക്ഷന് വേണ്ടി ഗ്രിൽസോ ഷട്ടേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒന്ന് ആവശ്യം കേട്ടോ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ലാസ്റ്റ് പോർഷൻ നോക്കാം. മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജിയർ, സെക്യൂരിറ്റി. അതുപോലെ ഇന്റേണൽ കൺട്രോൾസ് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ നോക്കാം. എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ എംപ്ലോയീസ്. സർവീസ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ അത് എല്ലാ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. then establish policies and procedures for all departments. പോളിസീസും ഈ പ്രൊസീജിയേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്, പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കെമിക്കൽസ്, ഇതെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. then establish accountability and the control overflow of hospital supplies and particularly receiving functions. ഹോസ്പിറ്റൽസിൽ വരുന്ന ഔട്ട്ഫ്ലോയും പിന്നെ അതായത് ഹോസ്പിറ്റൽ സപ്ലൈസ് അങ്ങനെ വരുന്ന ഓവർഫ്ലോയും അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കൈൻഡ് ഓഫ് ഓവർഫ്ലോ, ഹോസ്പിറ്റൽസ് സപ്ലൈസും മെറ്റീരിയൽസിന്റെ ഓവർഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ പർട്ടിക്കുലർ ആയിട്ട് ഫംഗ്ഷൻസ് എല്ലാം റിസീവ് ചെയ്യും. അതെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. then ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക, ആ ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. then establish formulated procedures for requisition, purchase, intent, supply and distribution. അതായത് purchase, then requisition, intent, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം നല്ല വെൽ ഫോർമുലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. then conduct surprise checks of all departmental inventories. അതായത് മിന്നൽ പരിശോധന, പെട്ടെന്ന് ഒരു ചെക്ക് ചെയ്യല് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ഇൻവെന്ററീസ് നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്യല്. സോ ഇതെല്ലാം ചെയ്യേണ്ടതാണ്. എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നത് മീനിങ് അറിയാം, സ്ഥാപിക്കുക എന്നാണ്. അതെല്ലാം ചെയ്യേണ്ടതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്, സ്ഥാപിക്കേണ്ടതാണ് എന്നൊരു മീനിങ് പറയുന്നത്. ഇതെല്ലാം എന്റെ പക്കാ മലയാളം പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നടപടിയാവുന്ന കാര്യമല്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകും.
സോ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാം പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ആരെങ്കിലും ആദ്യം ക്വസ്റ്റ്യൻ വരാം, അല്ലാതെ നിങ്ങൾ മലയാളം അറിഞ്ഞത് കൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് നന്നായിട്ട് പോയിന്റ്സ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക, ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കുക, അതിന് കണക്റ്റഡ് ആയിരിക്കുക. ആ ഒരു ബേസിൽ മാത്രമായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ചുമ്മാ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട ചാപ്റ്റർ ഒന്നും അല്ല. സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽസ് എടുക്കേണ്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്തൊക്കെയാണ് എന്ന് മാത്രം പഠിച്ചു വെക്കുക, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എക്സാമിന് വേണ്ടി പറയുകയാണെങ്കിൽ എല്ലാ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് ഓരോ ലൈൻസും ഓരോ പോയിന്റ്സും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. അതുകൊണ്ട് ടെക്സ്റ്റ് ആണ് അറ്റാച്ച്ഡ് ആയിരിക്കും. അത്രയും മതി. അതുപോലെ ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ക്ലിയർ ആയോ? ഓരോ വേർഡ്സിന്റെയും മലയാളം മീനിങ് പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറെ മെഡിക്കൽ നെയിം ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് വരും. പക്ഷെ കുറെ ആ വേർഡ് അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. മനസ്സിലായോ? അല്ലാതെ എല്ലാത്തിന്റെയും മലയാളം വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല, ഒട്ടും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അത് മലയാളീകരിച്ച് പറയാത്തത്. വേണമെങ്കിൽ എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് അങ്ങനെ തിരിച്ച് പറയാം, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. അങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ലാസ്റ്റ് പോർഷൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിന് നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, പോയിന്റ്സ് മാത്രം പഠിച്ചു. ബാക്കി എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഇന്നെന്താണ് കുറച്ചു പേരൊക്കെ ആബ്സെന്റ് ആണല്ലോ? ആണോ? കുറച്ചു പേരൊക്കെ കാണുന്നില്ല, ആരും മിണ്ടുന്നില്ല. എന്ത് പറ്റി? ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വിഷമമായാലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയാണ്, സുഖമാണ് എല്ലാവർക്കും? മിണ്ടുന്നില്ല എല്ലാവരും, എന്ത് പറ്റി? ഭയങ്കര സൈലന്റ് ആണല്ലോ. ആരോട് ചോദിക്കാൻ? ഓക്കെ, ഞാൻ ചുമ്മാ ഇത് ചോദിക്കുന്നത് നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എനിക്കെന്ത് കാര്യം? ഞാൻ അവിടെ പോവാണ്, കഴിഞ്ഞു. ഓക്കെ, yeah, fine. Okay, nice. Fine. What is good? Nice, fine. Okay. സുഖം. സംസാരിക്കൂ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത കാര്യമുണ്ടോ? ഞാൻ പിന്നെ എന്തിനാ വെറുതെ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നേ? എന്നാ പിന്നെ എല്ലാവരും പോലും ഞാൻ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാം. മതിയോ? ഇനി അങ്ങനെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാം. ഓക്കെ, അത് മതി. നിങ്ങൾ മിണ്ടണ്ട. രണ്ടൊന്നുമില്ല. ഇവിടെ ഞാൻ എന്തിനാണ് മ്യൂട്ട് ചെയ്യുന്നത്? എനിക്കെന്ത് കാര്യം? ഓക്കെ, ഞാൻ പോവാണ്, സമയം കഴിഞ്ഞു. പോട്ടെ. ഇപ്പൊ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഷാനി ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ഷാനി ഇല്ല. അങ്ങനെ ചോദിക്കാനാണ് ഞാൻ. അങ്ങനെ ഒരാളെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ഷാനിയോട് പ്രത്യേകിച്ചുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. സോ നമ്മളോട് കുറച്ച് കൂടുതൽ സംസാരിക്കുന്നവര് നമ്മൾ നോട്ട് ചെയ്യുന്ന മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പോവാണ്. നമുക്ക് പിന്നെ കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം വിത്ത് ന്യൂ ചാപ്റ്റർ അല്ലെങ്കിൽ ന്യൂ പോർഷൻ. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഞാൻ കേറില്ലേ? എന്തോ നൈസ് എന്താ പറഞ്ഞേ? ഞാൻ കേറിയില്ലേതാ? മനസ്സിലായോ? സോറി, ഞാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇന്ന് കേറിയിട്ടുണ്ട്. ഓ, ഞാൻ കണ്ടു. ഓക്കെ. So bye to all. See you on next class with new chapter. Okay, bye. Okay, ma'am.